ശബരിമല സ്വർണ്ണമോഷണ കേസിൽ കോൺഗ്രസ് ദേവസ്വം സംഘടനാ നേതാവും മുൻ തിരുവാഭരണം കമ്മീഷണറുമായ കെ.എസ്. ബൈജുവിന് നിർണായക പങ്ക്. ബൈജു കോൺഗ്രസ് സംഘടനയായ തിരുവിതാംകൂർ ദേവസ്വം എംപ്ലോയീസ് ഫ്രണ്ടിന്റെ മുൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം. ബൈജുവിനെ ഇന്ന് റാന്നി കോടതിയിൽ ഹാജരാക്കും. വിവരങ്ങളുമായി മാനസ തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. മാനസ, ഈ കെ.എസ്. ബൈജുവിന് ഈ സ്വർണ്ണമോഷണത്തിൽ ഏറ്റവും നിർണായകമായ പങ്കുണ്ട് എന്നാണ് SIT കണ്ടെത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ബൈജുവിന്റെ മറ്റുള്ളവർ മറച്ചുവെക്കുന്ന രാഷ്ട്രീയവും. കോൺഗ്രസ് സംഘടനയായ ദേവസ്വം എംപ്ലോയീസ് ഫ്രണ്ടിന്റെ സംസ്ഥാന ഭാരവാഹി കൂടിയായിരുന്നു ബൈജു സർവീസിൽ ഉണ്ടായിരുന്ന സമയത്ത്. വിരമിച്ചതിന് ശേഷവും വിരമിച്ചവരുടെ കോൺഗ്രസ് സംഘടനയുടെ പ്രതിനിധി കൂടിയാണ് കെ.എസ്. ബൈജു. തീർച്ചയായും മനു സൂചിപ്പിച്ചതുപോലെ തന്നെ കോൺഗ്രസ് അനുകൂല സംഘടനയായ തിരുവിതാംകൂർ ദേവസ്വം എംപ്ലോയീസ് ഫ്രണ്ട് സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗമായിരുന്നു കെ.എസ്. ബൈജു. അതോടൊപ്പം തന്നെ ഈ ദേവസ്വം ബോർഡിൽ നിന്ന് വിരമിച്ചവരുടെ കോൺഗ്രസ് അനുകൂല സംഘടനയുടെ സംസ്ഥാന ട്രഷറർ കൂടിയാണ് നിലവിൽ ബൈജു എന്നതാണ് അറിയുന്ന വിവരം. ഈ സാഹചര്യത്തിൽ ഈ സ്വർണ്ണപ്പാളി കേസുമായി ബന്ധപ്പെട്ട കോൺഗ്രസിനുണ്ടായ ബന്ധം കൂടിയാണ് പുറത്തു വരുന്നത്. അതോടൊപ്പം തന്നെ നിർണായക പങ്ക് കെ.എസ്. ബൈജുവിന് ഉണ്ട് എന്ന് തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘം പറയുന്നത്. 2019 തിരുവാഭരണം കമ്മീഷണർ കൂടിയാണ് കെ.എസ്. ബൈജു എന്ന് പറയുന്നത്. ഇതിനോടകം തന്നെ ഇയാളുടെ പങ്ക് എത്രത്തോളമാണ് എന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള എല്ലാ തെളിവുകളും പോലീസിന് ലഭിച്ചു കഴിഞ്ഞു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് കെ.എസ്. ബൈജുവിനെ തിരുവനന്തപുരത്തെ ഫ്ളാറ്റിൽ വെച്ച് കോടതിയിൽ ഹാജരാക്കുക. മാനസ, ഇന്ന് കഴിഞ്ഞ ദിവസം രാത്രിയോടെയാണ് മനു ഇയാളെ ഫ്ളാറ്റിൽ നിന്നും അറസ്റ്റ് ചെയ്തത്. ഉടനെ വിശദമായ ചോദ്യം ചെയ്യലിന് വിധേയമാക്കുകയായിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഇരുത്തിയായിരുന്നു ചോദ്യം ചെയ്യൽ. രാവിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായ ശശിധരൻ എത്തി വീണ്ടും ചോദ്യം ചെയ്യൽ ആരംഭിച്ചു. പിന്നാലെ വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കി 11 മണിയോടെ തിരുവനന്തപുരത്ത് നിന്നും റാന്നി കോടതിയിലേക്ക് തിരിച്ചു എന്നതാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. ഉടനെ ഒരുപക്ഷെ 2 മണിയോടെയോ 2:30ഓടെയോ റാന്നി കോടതിയിലേക്ക് എത്തിച്ചേരും എന്ന് തന്നെയാണ് അറിയുന്നത്. ഒപ്പം തന്നെ ഇയാൾക്ക് ഉള്ള പങ്ക് കൂടുതൽ ചോദ്യം ചെയ്യലിലൂടെ ശേഖരിക്കുക എന്ന് തന്നെയായിരുന്നു അന്വേഷണ സംഘത്തിന്റെ മുന്നിൽ ഉള്ളത്. അതിനായുള്ള എല്ലാ നീക്കങ്ങളും രാവിലെ മുതൽ തന്നെ പ്രത്യേക അന്വേഷണ സംഘം നീക്കിയിരുന്നു. അതിന്റെ പ്രധാനമായ ആൾ, അതായത് ശശിധരൻ പ്രധാന അന്വേഷണ ഉദ്യോഗസ്ഥനായ ശശിധരൻ എത്തിയാണ് വീണ്ടും ഈ ബൈജുവിനെയും അതോടൊപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഇരുത്തി ചോദ്യം ചെയ്തത്. വേണ്ട വിവരങ്ങൾ, ആവശ്യമായ വിവരങ്ങളൊക്കെയും തന്നെ ശേഖരിച്ചു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ ഇന്ന് മുരാരി ബാബുവിനെയും അതോടൊപ്പം തന്നെ സുരേഷ് കുമാറിനുമായുള്ള കസ്റ്റഡി അപേക്ഷ കഴിഞ്ഞ ദിവസം നൽകിയിരുന്നു. അതും ഇന്ന് പരിഗണിക്കാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ ബൈജുവിനെയും കസ്റ്റഡി അപേക്ഷ നൽകാനുള്ള ഒരു സാധ്യതയും നിലവിലുണ്ട്. ശരി.